എനിക്ക് എന്റെ ക്ലാസ് വലുതെന്ന്. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് രാത്രിയിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓറഞ്ചിന് വില കുറവായതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നിറയെ ഓറഞ്ച് ഉണ്ടാവും കേട്ടോ എപ്പോഴും. അങ്ങനെ അതേ ചേട്ടൻ വരുമ്പോൾ എനിക്കിപ്പോൾ ഒരു പതിവായിട്ട് മാറിയിട്ടുണ്ട് ഓറഞ്ച് ജ്യൂസ് അടിച്ച് കൊടുക്കൽ. അത് ആ സമയത്തുമ്പോൾ എനിക്കൊന്ന് കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും 2 ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കുകയാണ്. നല്ലൊരു റിഫ്രഷിങ് മൈൻഡ് കിട്ടും കേട്ടോ രാത്രി ഈ ചൂടത്ത് ഇത് കഴിക്കുമ്പോഴും. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചു. വന്നിട്ട് എനിക്ക് മതിയാവാണ്ട് വീണ്ടും ഒരു ഗ്ലാസും കൂടി എടുത്തിട്ട് ഞാൻ സുച്ചേട്ടൻ ഒരുമിച്ച് കഴിച്ചു കേട്ടോ. ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ, ഹലോ പറ. ഞങ്ങൾ മുട്ട മുട്ട തരാൻ പോവേണ്ട. മുട്ട 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 അമ്മടെ സുന്ദരിയാണ്, അമ്മടെ കക്കണ്ടോണ്. അമ്മടെ സുന്ദരി ആരാണ്? കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുത്ത അമ്മടെ സുന്ദരി ആരാന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുത്ത്. ഐസ്ക്രീം വേണ? ഐസ്ക്രീം വേണ? വേണ? ആന്ന് പറ, ആന്ന് പറ. ഐസ്ക്രീം വേണമെന്ന് പറ. കള്ളത്തി എന്ന് പറഞ്ഞാണ്ടല്ലോ, ലോക കള്ളത്തി. ഐസ്ക്രീം എവിടെ? ഐസ്ക്രീം ഞാനിപ്പോഴേ ഓറഞ്ച് ജ്യൂസ് അടിച്ചല്ലോ, ആ ഓറഞ്ച് ജ്യൂസ് ഇപ്പൊ തുമ്പിക്ക് ആ ഗ്ലാസ് കൊടുക്കണം. അതിനാണ് ഈ കിടന്ന് അലറി വിളിക്കണത്. എന്നാ നല്ല കുട്ടിയായിട്ട് അത് കുടിക്കും, അതുമില്ല, അത് പൊട്ടിച്ചളയും. അതേപോലെ എത്ര എത്ര ഗ്ലാസ്സുകൾ. അതുകൊണ്ട് ഞാൻ കരച്ചിലൊന്നും വീഴൂല. എനിക്ക് എന്റെ ഗ്ലാസ്സാണ് വലുത്, സത്യം. എനിക്ക് എന്റെ ഗ്ലാസ്സാണ് വലുത്, എനിക്ക് എന്റെ ഗ്ലാസ്സാണ് വലുതെന്ന്. തൊട്ടാവാടി തൊട്ടാവാടി തുമ്പിക്കുട്ടി തുമ്പിക്കുട്ടി. അപ്പൊ ശുക്രനുണ്ടായിരിക്കും ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നതേ റവട പുട്ടും അതേപോലെ തന്നെ മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറയുന്നത് പുഴുങ്ങിയതല്ല കേട്ടോ, നമ്മള് പൊട്ടിച്ചു വയ്ക്കലില്ല. അതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അതന്നെ ഇവരിക്കും കൊടുക്കാം. പിന്നെ ഇവർക്ക് കഞ്ഞി തന്നെയാണെങ്കിൽ 3-4 നേരം കൊടുത്തോണ്ടിരിക്കണം. പിന്നെ പുട്ട് കൊടുക്കാൻ വിളിച്ച് വൈകുന്നേരം. അപ്പോൾ അതുണ്ടാക്കാം കേട്ടോ നമുക്ക്. ഇതിനൊന്നും ഞാൻ സമാധാനിപ്പിച്ചിട്ട് നേരം ഏൽപ്പിച്ചിട്ട് വരട്ടെ കേട്ടോ. ഞാൻ വൈകുന്നേരം മേലൊന്നും കഴിക്കത്തില്ല, കടയിൽ പോയി ആ വേഷത്തിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മേലെടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ തുമ്പിടി കരച്ചിലൊരു പതിവാണ് കേട്ടോ. ഞാൻ എപ്പോൾ പാചകം ചെയ്യാനായിട്ട് അടുക്കളയ്ക്ക് വന്നാലും തുമ്പി ഓടി വന്നിട്ട് ഈ ഒരു കരച്ചിൽ പതിവാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവളെ ഒന്ന് സമാധാനിപ്പിച്ച് അവൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ തിന്നാനൊക്കെ കൊടുത്ത് സുധിച്ചേട്ടൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കടയിൽ പോയിട്ട് ഡ്രസ്സ് തന്നെ ഇട്ട് നിൽക്കുകയാണ്. കാരണം പാചകം കഴിയുമ്പോൾ എന്തായാലും വേർക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൈയോടെ തന്നെ മേലെഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു സുധിച്ചേട്ടൻ. അതൊന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ മേടിച്ച സാധനങ്ങളും അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ട സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചു. പിന്നെന്താ, ജ്യൂസ് കുടിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മിക്സിയുടെ ജാറും ഗ്ലാസ്സും ഒക്കെ അതൊക്കെ തന്നെ കൈയോടുകൂടി തന്നെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് തിരിച്ചു വരുമ്പോഴേക്കും തുമ്പി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൈയിട്ടെടുക്കൽ ഇത്തിരി പതിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയപ്പോൾ ഉണ്ട്. വീണ്ടും കുക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ, അതും ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഞാൻ രാവിലെ ആ ഒരു ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ രാവിലെ ഉണ്ടാക്കിയ കുക്കർ, മെയിനായിട്ട് കുക്കറൊക്കെ ഒന്നും കഴുകൂല കേട്ടോ. വൈകുന്നേരത്തേക്ക് വെക്കും, വെള്ളമൊഴിച്ച് ഇടും. അത് മനഃപൂർവ്വം കഴുകാത്തതാണ്, എനിക്ക് മടി പിടിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് കുക്കറെ കഴുകണ ഇഷ്ടമല്ല. അങ്ങനെ കുക്കർ കഴുകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഞാൻ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാനായിട്ട് പോവാണ്. കാരണം ഇന്ന് മക്കൾക്ക് എന്തിട്ടാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുന്നത് തുമ്പിയാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തുമ്പി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നത്. അതെല്ലാവരും ക്ഷമിക്കാം കേട്ടോ.
അവളിങ്ങനെ ഉറങ്ങുമ്പോൾ അവൾ തന്നെ പാട്ടുപാടി അവൾ തന്നെ ഉറങ്ങും കേട്ടോ. അങ്ങനെ ഇതേ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് 2 മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മുട്ട എന്ന് പറയുന്നത് കുട്ടികൾക്ക് കഫക്കെട്ടാണ് എങ്കിലും പുട്ടിൻ്റെ കൂടെ എന്തിട്ടാ മുട്ട കൊടുക്കാണ്ട് ഒരു രക്ഷയില്ല, അവർ വേറെ തിന്നില്ല. ഒന്നാമത് റവപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് ഇനി ഒരു കഞ്ഞി വെക്കാന്നുള്ള കാര്യം റിസ്ക്കാണ്, കുറച്ച് അരിയിട്ട് വെക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതന്നെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എളുപ്പപ്പണികളാണ് കേട്ടോ കൂടുതൽ നോക്കുന്നത് ഇപ്പം. അപ്പം ഇതേ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ പൊളിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളികേരം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചത് അതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തേങ്ങ പൊട്ടിച്ച് ഒന്ന് തേങ്ങയൊക്കെ ചിരകി എടുക്കാൻ കേട്ടോ. ഒരു മുറി അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. റവപ്പൂട്ടിൽ നാളികേരം കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ റവ നോക്കുമ്പോൾ നമ്മൾ ഇട്ട് വെച്ച പാത്രത്തിൽ വളരെ കുറവുള്ളൂ. പിന്നെ ഞാൻ ചന്തയിൽ നിന്ന് മേടിച്ച ചാക്ക് മുഴുവനായിട്ടൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ റവ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്ക് തപ്പി എടുക്കേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അതേ തേങ്ങാക്കൊത്തൊക്കെ മാറ്റിയിട്ട് നാളികേരം അതിലേക്ക് ഇടാണ് കേട്ടോ. ഞാൻ തേങ്ങ എന്ന് പറയും, സുധിച്ചേട്ടൻ നാളികേരം എന്നാണ് പറയാം. അപ്പോൾ എനിക്കിപ്പോൾ 2 മിക്സ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളികേരം എന്ന് അധികം പറയാറില്ല കേട്ടോ. അതിനുശേഷം ഇത് ഞാൻ ചാക്ക് തപ്പിയിട്ട് റവ എടുക്കാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടുത്തുണ്ടായില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ട് സംഭവം. റവ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 1 കിലോ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. പിന്നെ എന്തിട്ടാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുമ്പി കരഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. തുമ്പി ഭയങ്കര കരച്ചിലായിരുന്നു, അവൾക്ക് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂചിച്ചേണ്ടേരം അങ്ങനെ അധികം നേരം ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അത് റവയുടെ കിറ്റൊക്കെ പൊട്ടിച്ച് ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പാത്രം കണ്ടാലും ഞെട്ടണ്ട, അത് ഗ്യാസിൻ്റെ ഇത് കൊണ്ടിട്ട് കുറച്ച് ചളങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മാറ്റാത്തതാണ്. അങ്ങനെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ എനിക്ക് വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ അതേ ആവശ്യത്തിന് റവയൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് കുഴച്ച് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി എടുക്കാമെന്ന്. കാരണം പുട്ടാകുമ്പോൾ സൂചിച്ചേട്ടൻ കുറച്ച് തിന്നോളും. അപ്പോൾ അതേ കുറച്ച് അധികം തന്നെ റവ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നനച്ച് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പം ചുടുന്നില്ല, തിന്നുന്ന നേരത്തെ ചുടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേ നാളികേരം എടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ട്, അപ്പോൾ ആ നാളികേരത്തിൻ്റെ എല്ലാ അംശങ്ങളും നമുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അതിൽ തന്നെ വെള്ളം എടുത്തിട്ട് അതിൽ തന്നെ നനക്കാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കും. എന്നിട്ട് നമ്മൾ തിന്നാൻ നേരത്ത് ചുടും കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞിഞ്ചി, ഒരു തക്കാളി കുറച്ച് വലുത് തന്നെ എടുത്തോട്ടോ. തക്കാളിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് മേക്കർ എന്നൊക്കെ പറയുന്നില്ലേ. മുട്ടക്കറി എപ്പോഴും അതും ഈ പൊട്ടിച്ചൊഴിച്ച മുട്ടയാണെങ്കിൽ ഈ തക്കാളി വളരെ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ തൊലി കളഞ്ഞിടുകയാണ്. പിന്നെ ഈ കത്തിയുടെ കാര്യം പറയുവാണെങ്കിൽ അടിപൊളി കത്തിയാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പറാണ്. നല്ല കുനുകുനാന്നിങ്ങനെ മുറിയും കേട്ടോ. കാണാനും ഭംഗിയാണ്. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞാൻ മറ്റേ കത്തിയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ ആ ഒരു കത്തി ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന്. അല്ലാണ്ട് ഞാൻ അരിവാൾ കൂട്ടത്തൊരു കത്തിയല്ല ഞാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അത് നല്ല മൂർച്ചയാണ്. നമ്മൾ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല, മൂർച്ചയില്ലെങ്കിൽ പോയില്ലേ. പക്ഷെ ഇത് ഭംഗിയും ഉണ്ട്, മൂർച്ചയുണ്ട്, അടിപൊളിയാണ് കേട്ടോ. കാശ് എന്തായാലും നഷ്ടമായിട്ടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ട് ഞാൻ തരാം കേട്ടോ. പിന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും, അല്ല അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഓരോന്നായിട്ട് എല്ലാവരും ഒന്ന് അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും എന്ത് സൂചിച്ചേട്ടൻ, അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സൂചിച്ചേട്ടൻ വന്ന പാടത്തന്നെ ഫ്രീസറിലെടുത്ത് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ വിചാരം ഈ പുട്ടും മുട്ട പൊട്ടിച്ചൊഴിച്ചത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോഴാണ് ഞാൻ ഇത് ചെയ്യേണ്ട ഇടയിൽ സൂചിച്ചേട്ടൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ അയില നന്നാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഇനി സ്ലാബ് വെച്ച് അയില നന്നാക്കിയിട്ട് ആരൊന്നും പറയണ്ട. ഈ രാത്രി പുറത്ത് പോയൊന്നും നന്നാക്കില്ല. പുറത്ത് ഇവിടെ നിറയെ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് രാത്രി ഞാൻ നന്നാക്കാറില്ല. പിന്നെ സുധിച്ചേട്ടൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, സുധിച്ചേട്ടൻ അവിടെ നിന്ന് അയില ശരിയാക്കണ നേരം കൊണ്ട് ഞാൻ എന്തേ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. മന്നമ്മ മുട്ട പുഴുങ്ങി ഉണ്ടാക്കുന്നതിലും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഈ മുട്ടക്കറിക്ക് ചെയ്യില്ല, അതേപോലെ തന്നെ ഇടാം. തക്കാളി ഇടാം, സവാള ഇടാം, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഒരുമിച്ചിടാം കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടാറില്ല. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഉപ്പിട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വാട്ടും. ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടും കേട്ടോ സംഭവം. പിന്നെ എനിക്ക് ഈ ഭയങ്കര ഇളക്കൽ മാനിയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കുക. അത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭയങ്കര ഇളക്കൽ മാനിയാണ് കേട്ടോ എനിക്ക്. ഞാൻ കുറേ കട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ. ഇളക്കി ഒരുമാതിരി ഇളക്കും. എന്തിനാണ് ഞാൻ ഇത്ര ഇളക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊന്ന് വാടാൻ വെച്ചതിന് ശേഷം സുചേട്ടൻ അയില നന്നാക്കി കഴുകുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊന്ന് മസാല പരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതൊന്നുമില്ല, നമ്മുടെ പച്ചമുളക് എന്നിട്ടാണ് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ പെരിഞ്ചീരകപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ, നമ്മൾ മീൻ അതിലിടുമ്പോൾ മീനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം
കുറച്ചാണ് അതൊന്ന് പരട്ടി വെച്ചത്. അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സവാള സംഭവങ്ങളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലാസ് ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി ഇട്ടില്ല കേട്ടോ. ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ. മുട്ടക്കറിയിൽ പെരിഞ്ചീരകം സൂപ്പറാണ് കേട്ടോ. കുരുമുളക് ഇട്ടിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു മല്ലിപ്പൊടി ഒന്ന് വരണ്ട് കിട്ടണം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഉപ്പ് നോക്കണം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് പിന്നെ ഇളക്കാനോ തിരിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കൊണ്ട് കുറച്ച് ഉപ്പിട്ടു. പിന്നെ ആദ്യത്തെ മുട്ട പൊട്ടിച്ച് ഞാൻ എടുത്തതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചത് മാത്രമേ എനിക്ക് വീഡിയോ കിട്ടിയുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തീ ഓഫ് ചെയ്തെന്ന് കരുതിക്കൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത്. പിന്നെ പുട്ടിന് വെച്ചപ്പോഴാണ് അത് തീ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ വലിയ കുഴപ്പമില്ല. അങ്ങനെ എന്ത് ചെയ്തു, മസാല പുരട്ടി വെച്ചതിൽ സൂചിച്ചേട്ടൻ എന്തെയും നമ്മുടെ അയിലേക്കൊന്ന് പരട്ടി വെക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു മുട്ടയുടെ ആ ഒരു ബുൾസൈ രൂപത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇതിനധികം ചാറ് വെക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ മീനിന് മസാല ഉണ്ടാക്കിയില്ല, അത് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ മീനിട്ടിട്ടല്ലല്ലോ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയി. അത് സാരില്ല, അതൊരു അടഞ്ഞ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മീൻ എടുക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തോ അത് തന്നെയാണ് നോണ്ട് സൂചനോട് പറയുന്നത്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് എന്തിനാണ് പറയണതെന്ന് ഓർമ്മയില്ല കേട്ടോ. മസാല കൂടിയതിൻ്റെ കാര്യം അത് അടുത്ത് വെച്ചാൽ മതി, അടുത്ത മീൻ ഉപയോഗിക്കാമെന്നുള്ള കാര്യം കണ്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ആ വെളിച്ചെണ്ണ തീർന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ ഒരു സംഭവം, ഈ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കൽ. ഞാൻ എന്തുകൊണ്ട് കുപ്പി മേടിച്ചില്ല എന്ന് ഞാൻ നേരത്തെ ആലോചിച്ചിട്ടാ. ഇതിൻ്റെ ഒരു ഇറ്റ് പോലും പോകാൻ പാടില്ലല്ലോ. അങ്ങനെ സൂക്ഷ്മദർശിനിയിൽ നോക്കി ഇതിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ പറയാണ്, കുപ്പിയാണോ പാക്കറ്റാണോ ലാഭമെന്ന് ഇപ്പം അറിയാം, പക്ഷെ 2 രൂപ പോലെ തന്നെ കേട്ടോ. കുപ്പി നിറഞ്ഞു. അങ്ങനെ സുചേട്ടനോട് ഞാൻ പറഞ്ഞു, ആവശ്യമുള്ളത് ഒഴിച്ചിട്ട് തായോ, ഞാൻ ഈ ഒരു പാക്കറ്റ് ഒന്ന് ചാരി വെക്കട്ടെ, അതിൻ്റെ ഒരു തുള്ളി പോലും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എന്തെന്ന് അറിയാം, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുറിക്കും, 4 ഭാഗം മുറിക്കും ആ പാക്കറ്റ്. എന്നിട്ട് നാളെ കുളിക്കുമ്പോൾ പുരട്ടും. അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇത് ചെയ്യാറ്. അല്ലാണ്ട് നമുക്ക് വെളിച്ചെണ്ണക്കൊക്കെ എന്ത് പൈസയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അങ്ങനെ ഞാനിപ്പോഴും ആ ഒരു മുട്ടക്കറി ഓഫ് ചെയ്തെന്ന് കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതെടുത്ത് മാറ്റിയപ്പോഴാണ് അത് ഓഫ് ചെയ്തില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ സൂചനോട് പറയണത്, ദൈവമേ ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും കണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കരിഞ്ഞു പോയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു പുട്ടിന് ഇടാമെന്ന് വിചാരിച്ചു. സൂചേട്ടൻ പറഞ്ഞു ഇട്ടോ, കൈയോടെ തന്നെ തിന്നിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളത് പുട്ടിന് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വറന്ന് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പുഴുങ്ങിയ മുട്ട ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരുമാതിരി പണികളൊക്കെ തീർന്നു. ഞാൻ സുക്കുറും കൂടി ഒന്ന് പോയി മൊയിൽ കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫുഡേക്ക്. അങ്ങനെ മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുട്ടൊന്ന് 2 പുട്ട് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3ാമത്തെ പുട്ട് അടുപ്പത്തിരിക്കുകയാണ്. ഇത് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ചിരട്ടപ്പുട്ട് പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ രസം ഉണ്ടാവില്ല. നമ്മുടെ അരിപ്പുട്ട് ഗോതമ്പുട്ട് പോലെ അല്ല, റവപ്പുട്ട് ഇത്തിരി വ്യത്യാസമാണല്ലോ. അപ്പോൾ ഞാനത് ഒരുമിച്ചിടാണ്ട് എളുപ്പപ്പണി നോക്കാണ്ട് ഇതേപോലെ ചെയ്തു വന്നാലാണ് ഒരു രസം ഉണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ അയില വറുത്തിട്ടുണ്ട്. അയില കൊണ്ടുവന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. സൂചിയുടെ വന്ന് പാക്കറ്റ് ഇങ്ങനെ തുറന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. കിറ്റ് തുറന്നപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ മക്കൾക്ക് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയത് അവർക്ക് കഫക്കെട്ടാണ്, പക്ഷേ പുട്ടിൻ്റെ കൂടെ വേറെ ഒന്നും അവർ കൂട്ടത്തില്ല. പുട്ട് മാത്രമായിട്ടും തിന്നില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ട തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഒന്നും കൊടുത്തിട്ടില്ല. ഇന്നലെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലെ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ പുട്ടും മുട്ട പുഴുങ്ങിയതാണ് അവർക്ക്. പിന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചൊരു കറിയുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. 2 പുട്ടും കൂടെ ശരിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാം. ഓക്കെ, വന്നിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തെ പണി അത്രേ ഉള്ളൂ കേട്ടോ. മേലൊക്കെ കഴുകി നമ്മളതേ അടുക്കളയ്ക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ്. പിന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ കേട്ടോ. വേറെ പരിപാടികളൊന്നുമില്ല. നല്ല ചൂടുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അതൊക്കെ തണുപ്പ് വരാട്ടോ. ഒരുമാതിരി വൃത്തികെട്ട കാലാവസ്ഥയാണ്. മക്കൾക്ക്, കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് മനസ്സിലാവും. എല്ലാവർക്കും അസുഖം തന്നെയാണ്. പനിയും ഇതും ഒരു രക്ഷയില്ലാത്തൊരു ഇതാണ് കേട്ടോ. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെത് സൂചിച്ചേട്ടന് പകർന്നിട്ട് സൂചിച്ചേട്ടന് നല്ല ചുമയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചൂടോട് കൂടിയുള്ള റവപ്പുട്ട്, അതേപോലെ തന്നെ നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി, ഇതൊക്കെ
ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞാൻ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. 2 മക്കൾ എൻ്റെ അപ്പുറം തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാണ്ടാണ്. സുചേട്ടൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. സുചേട്ടൻ സോഫം ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സോഫം ഇരിക്കേണ്ട നിലത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നിലത്തിരുന്ന് കഴിക്കുകയാണ്, കാരണം വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ കഴിച്ചു. പിന്നെ അയില വറുത്തത് അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയണ്ട, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാം കൂടി എടുത്ത് കഴിച്ചപ്പോൾ തുമ്പിക്ക് വേണമെന്നും പറഞ്ഞിട്ട് തുമ്പിക്ക് കൊടുത്തപ്പോൾ തുമ്പി എരിഞ്ഞ് സുധിച്ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരത്തെ തന്നെ എണീറ്റ് പോയിട്ടേ അവിടെ ഫ്രീസറിൽ ഐസ്ക്രീം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കാണാണ്ട് അത് പോയി കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. സുധിച്ചേട്ടൻ പറഞ്ഞു, ഞാൻ 2 പിള്ളേരെയും കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ നീയും കഴിച്ചോ, അല്ലാണ്ട് ഇവരെ മുന്നിൽ വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വേണമെന്ന് പറയുമല്ലോ. ഐസ്ക്രീം ഈ ഒരു കണ്ടീഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. സുക്രൂന് വലിയ കുഴപ്പമില്ല കേട്ടോ, പക്ഷേ തുമ്പിക്കുട്ടിക്ക് ഇച്ചിരി ഡേഞ്ചർ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സുധിച്ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിലാണ് ഐസ്ക്രീമൊക്കെ കട്ട് തിന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാനായിട്ട് വന്നത്. ഇനി എൻ്റെ പാത്രം കഴുകൽ മഹാമഹാണ്. അത് സ്പീഡിലിട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒരു അരമണിക്കൂർ പിടിച്ചതൊന്ന് കഴുകി തീർത്ത് സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടാനായിട്ട്. പക്ഷേ എനിക്കിതിപ്പോൾ കഴുകാൻ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഇതൊക്കെ കഴുകി ആ സ്ലാബൊക്കെ തുടച്ച് വൃത്തിയാക്കി പെരക്കകമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു മൂഡ് ഉണ്ടാവും കേട്ടോ. അത് ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മടി പിടിച്ച് പാത്രമൊക്കെ കഴുകാണ്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഒരു മൂഡ് ഉണ്ടാവില്ല. കാരണം ആ പാത്രം കഴുകി തീരുമ്പോൾ തന്നെ കുറേ നേരം പിടിക്കും. അതേസമയം നമ്മൾ എല്ലാ പാത്രവും കഴുകി സ്ലാബൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് എണീറ്റാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ. എനിക്കങ്ങനെ തോന്നാറുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴായ പിന്നെ ഒരു 90% അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വയ്യായികൊന്നും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, അച്ഛനും മക്കളും കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്ത് തിന്നാണ്. സുധിച്ചേട്ടനും പിള്ളേരും കിടന്നുറങ്ങിയിട്ട് ആ പിള്ളേർക്ക് 2 പേർക്കും കൊടുക്കാൻ പറ്റില്ല, കാരണം നല്ല തണുവല്ലേ. അപ്പോൾ ഇത്തിരി ചീറാപ്പൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സുധിച്ചേട്ടൻ ഇത് ഓൾറെഡി അവർ കാണാണ്ട് തിന്നേ. ഇനിയിപ്പം സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ അവരെ 2 പേരെ അവിടെ കിടത്തി ഉറങ്ങുമൊന്നുമില്ല, നല്ല റൂമടിച്ചിടാം. അയ്യോ സുഖം വന്നു. എന്തേ ഇത് കുഞ്ഞിനെ ഇഷ്ടമല്ലല്ലോ? ഇഷ്ടമുണ്ടോ? പണിപാളി നൈസായിട്ട് കുറച്ച് പണിപാളി ഇത്തിരി ഉള്ളൂ കേട്ടോ, പാടില്ല കേട്ടോ കുഞ്ഞിന്, ഇത്തിരി ഉള്ളൂ കേട്ടോ. അതിന് പൊക്കോ, ഞാനത് കുറച്ച് തിന്നട്ടെ കേട്ടാ. എന്തായാലും പണി പാടി സുധിമോനെ നൈസായിട്ട് അന്ന് ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നേ. അടിപൊളി സംഭവം ഉണ്ടാവും. ഇത് നമ്മുടെ മെർസിലീസിൻ്റെ എന്നിട്ടാ സ്പാനിഷ് ഡിലൈറ്റ് എന്നൊരു സംഭവം ഉണ്ടാവും. അടിപൊളി ടേസ്റ്റ് ഉണ്ടാ. മതി തുമ്പി വരും. അതിൽ ഞാൻ ഇത് കൊണ്ട് ഫ്രീസറിൽ അങ്ങനെ നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഐസ്ക്രീം തീറ്റ എന്തായാലും പാളിപ്പോയി. 2 സ്പൂണേ കഴിച്ചിട്ടു. അപ്പോഴേക്കും സുക്രു വന്നു. ഞാൻ കുറേ കഴിക്കാൻ നിന്നാൽ സുക്രു കുറേ കഴിക്കും. സുക്രുവിന് ഒരു ഇത്തിരി കൊടുത്തതിന് ശേഷം തുമ്പിമോൾ അവിടെ വാതിൽ കൂട്ടിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം ആർക്ക് കൊടുത്തതിട്ടുണ്ടെങ്കിൽ നാളെ എനിക്ക് തന്നെ പണി കിട്ടും കേട്ടോ. ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെ റെസ്ട്രിക്ഷനൊന്നും വെക്കാറില്ല. ഭയങ്കര റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതൊട്ടും തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഐസ്ക്രീം ആയാലും തണുത്ത വെള്ളം ആയാലും ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാലാണ് അവരതുമായിട്ടൊന്ന് പൊരുത്തപ്പെടും. പക്ഷേ ഇപ്പോൾ മഞ്ഞും തണുപ്പും എല്ലാം കൂടി ആയിട്ട് സുക്രുവിന് പിന്നെ കുഴപ്പമില്ല. തുമ്പിക്ക് തീരെ വയ്യ എന്നല്ല, അവൾക്ക് മൂക്കിന്നൊലിപ്പ് നിന്നിട്ടില്ല. അപ്പോൾ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു. ഞാൻ പെരയൊക്കെ അടിച്ചിട്ട് പാത്രമൊക്കെ കഴുകി
എൻ്റെ സ്ഥിരം ഇതാണ്. ഞാൻ പോകുമ്പോഴാണ് കേട്ടോ, ഞാനായിരിക്കും ലാസ്റ്റ് പോകുമ്പോൾ ഞാനൊരു കുപ്പി കൊണ്ടായിരിക്കും പോവാം. വെള്ളം അവിടെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. വെള്ളം കുടിച്ചിട്ടല്ല, അവിടെ ഒരു കുപ്പി ഉണ്ടാവണം. കുപ്പി എങ്ങാനും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ഒരു ത്വര വരും കേട്ടോ. നിൽക്ക് സുക്രമ്മ വന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.